ആലപ്പുഴ കളർക്കോട് കെ.എസ്.ആർ.ടി.സി ബസും കാറും കൂട്ടിയിടിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന്റെ ഞെട്ടൽ ഇതുവരെയും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. 7 സീറ്റർ വാഹനത്തിൽ കൂടുതൽ ആളുകളെ കയറ്റിയതും വാഹനത്തിന്റെ കാലപ്പഴക്കത്തിനുമൊപ്പം കനത്ത മഴയിൽ കാർ തെന്നിമാറിയതുമാണ് അപകടകാരണമായത്. മഴയുള്ളപ്പോൾ വാഹനമോടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അപകടം. ഇനി നിരത്തിൽ ജീവൻ പൊലിയരുത്. മഴക്കാലത്ത് വണ്ടിയോടിക്കുന്നവർ അറിയണം എന്താണ് ഹൈഡ്രോപ്ലെയിനിംഗ് പ്രതിഭാസമെന്ന്. സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുകയാണ്. മഴക്കാലമായതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവരും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നനവുള്ള റോഡിലൂടെയുള്ള അശ്രദ്ധമായ ഡ്രൈവിംഗ് ഡ്രൈവറുടെയും നിരത്തിലെ മറ്റുള്ളവരുടെയും ജീവന് ഭീഷണിയാണ്. മഴക്കാലത്ത് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെടാനും തെന്നിമാറാനുമുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ റോഡിൽ വാഹനം തെന്നിമാറുന്ന പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലെയിനിംഗ് അഥവാ ജലപാളി പ്രവർത്തനം. റോഡിനും ടയറിനുമിടയിൽ ഘർഷണം നഷ്ടപ്പെട്ട് നിയന്ത്രിക്കാനാകാതെ വാഹനം തെന്നിമാറുന്നതാണ് ഹൈഡ്രോപ്ലെയിനിംഗ് അല്ലെങ്കിൽ അക്വാപ്ലെയിനിംഗ്. ടയർ ട്രെഡ് അഥവാ വെയർ ആൻഡ് ടിയർ ഇൻഡിക്കേറ്റിംഗ് ലൈനുകൾ കുറവുണ്ടാകുമ്പോഴാണ് ഹൈഡ്രോപ്ലെയിനിംഗ് ഉണ്ടാകുന്നത്. മിനുസമുള്ള റോഡിൽ ജലത്തിന്റെ അളവ് കൂടുമ്പോൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ടയർ പമ്പിംഗ് എഫക്ട് റോഡിനും ടയറിനുമിടയിൽ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുത്തുന്നു. ഇത് വാഹനത്തിന്റെ ടയർ മുന്നിലേക്കും പിന്നിലേക്കും തെന്നിമാറാൻ കാരണമാകുകയും ചെയ്യുന്നു. ഏതാനും ചില നിമിഷ നേരത്തേക്കുള്ള ഈ ഹൈഡ്രോപ്ലെയിനിംഗ് ഡ്രൈവറുടെ സകല ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്താനും ഡ്രൈവർക്ക് വാഹനത്തിനു മേലുള്ള നിയന്ത്രണം ആകെ നഷ്ടപ്പെട്ടു പോകാനും കാരണമാകുന്നു. അതിനാൽ തന്നെ ഈ തെന്നിമാറൽ മഴക്കാലത്ത് ഡ്രൈവർമാരുടെ പേടി സ്വപ്നം തന്നെയാണ്. ഹൈഡ്രോപ്ലെയിനിംഗ് എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് നോക്കാം. അമിത വേഗതയാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിന് കാരണമാകുന്നത്. വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള റോഡുകളിൽ വേഗത കുറയ്ക്കണം. കൂടാതെ ടയറുകൾ കൃത്യമായ അളവിൽ മാത്രമേ കാറ്റുണ്ടാകാൻ പാടുള്ളൂ. എയർ പ്രഷർ കൂടിയാലും ഹൈഡ്രോപ്ലെയിനിംഗ് സാധ്യതയുണ്ട്. ടയറിന്റെ റോഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം അഥവാ ടയർ ട്രെഡിന്റെ ഡെപ്ത് കുറയുന്നതും ഹൈഡ്രോപ്ലെയിനിങ്ങിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. വാഹനത്തിന്റെ ടയറുകൾക്ക് പഴക്കം വർദ്ധിക്കും തോറും അപകട സാധ്യത കൂടും. അമിത വേഗതയിൽ പോകുക, മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഇടം കൊടുക്കാതിരിക്കുക, 2 അതിലധികമോ വാഹനങ്ങളിലായി ഒരു ഗ്രൂപ്പായി സഞ്ചരിച്ച് ഒരുമിച്ച് നീങ്ങുക മുതലായവ അപകടം ക്ഷണിച്ചു വരുത്തും. നമുക്ക് മുൻപ് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കുന്നത് വഴി റോഡിന്റെ അവസ്ഥയും മഴയുടെ തീവ്രതയും ഒരു പരിധിവരെ മനസ്സിലാക്കാനും സാധിക്കും. നിർഭാഗ്യവശാൽ ഹൈഡ്രോപ്ലെയിനിംഗ് സംഭവിച്ചാൽ പതറരുത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ആക്സിലേറ്റർ ഉടൻ പിൻവലിക്കണം. സഡൻ ബ്രേക്ക്, സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കൽ എന്നിവ ഒഴിവാക്കുക. വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടാൽ പതുക്കെ ഇടവേളകളിട്ട് ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താൻ കഴിയും.